എൻ്റെ US-ലുള്ള ഈ ഒരു ക്ലയൻറ്റിനെ 3 മാസം കൊണ്ട് ഈ ഒരു ട്രാൻസ്ഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ കൊണ്ട് ഓടിച്ചില്ല. ഉദാഹരണത്തിന് ബോക്സ് ജമ്പ് ചെയ്യിപ്പിച്ചില്ല, ജമ്പിങ് ജാക്സ് ചെയ്യിപ്പിച്ചില്ല, അനാവശ്യമായിട്ടുള്ള ആപ്സിന്റെ വർക്കൗട്ട് ചെയ്യിപ്പിച്ചില്ല. അപ്പോൾ ഈ പണ്ടത്തെ നാട്ടു നടപ്പ് പോലെ എല്ലാവരും ജിമ്മിൽ വന്ന് വണ്ണം കുറയണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ആപ്സിന്റെ വർക്കൗട്ട് ചെയ്യണം, ജമ്പിങ് ജാക്സ് ചെയ്യണം. അതൊക്കെ വെറും തെറ്റിദ്ധാരണ. സത്യം പറഞ്ഞാൽ ആപ്സിന്റെ വർക്കൗട്ടും ഫാറ്റ് ബേണുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഉദാഹരണം സിറ്റപ്സ് ചെയ്യുക, ക്രഞ്ചസ് ചെയ്യുക, ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാൻ വരുന്നവർ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് സ്ട്രെങ്ത് ട്രെയിനിങ്ങിനാണ്, പ്രത്യേകിച്ച് ലേഡീസ്. അല്ലാതെ നിങ്ങൾ ഓടിയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ചാടിയിട്ടോ നിങ്ങൾ ഇഞ്ചോർഡ് ആവത്തുള്ളൂ, അല്ല യാതൊരുവിധ പ്രയോജനങ്ങളില്ല. പ്രത്യേകിച്ച് ഓവർ വെയിറ്റ് ഉള്ളവർ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വീക്കിലി 1 or 2 നിങ്ങൾക്ക് ലോ ഇന്റൻസിറ്റി കാർഡിയോ സൈക്ലിങ്ങോ അല്ലെന്നുണ്ടെങ്കിൽ നടത്തമോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതുപോലെ തെറ്റുകൾ ചെയ്യുന്ന ജിമ്മിനെതിരെ തീർച്ചയായിട്ടും, ട്രെയിനേഴ്സിനെതിരെയും തീർച്ചയായിട്ടും ഞാൻ പ്രതികരിച്ചിരിക്കും. നിങ്ങൾ തിരിച്ച് എന്ത് ചെയ്താലും കുഴപ്പമില്ല. കാരണം വെച്ചാൽ എനിക്ക് അത്രമാത്രം മെസ്സേജസ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ വരുന്നത്. ചേട്ടാ, എൻ്റെ നീ ഇഞ്ചേർഡായി, എനിക്ക് ബാക്ക് പെയിൻ എടുക്കുന്നു, എന്നെ ഓടിച്ചു ചാടിച്ചു. ഓവർ വെയിറ്റ് ഉള്ളവരെ കൊണ്ട് എന്തിനാണ് ഇത് ചെയ്യിപ്പിക്കുന്നത്? ഫസ്റ്റ് പ്രയോറിറ്റി തീർച്ചയായിട്ടും ലേഡീസ് സ്ട്രെങ്ത് ട്രെയിനിങ്ങിനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ പണ്ടത്തെ നാട്ടു നടപ്പ് പോലുള്ള ഇതുപോലെയുള്ള അനാവശ്യമായിട്ടുള്ള വർക്കൗട്ടുകൾ നിങ്ങളൊരു സൈഡിലോട്ട് അങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ആയിത്തീരുക. ഓക്കെ.